ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു തക്കാളി കറി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തക്കാളി കറി തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഉരുളി ചൂടായി. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ജീരകവും ചെറുതായി ചുമന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 5 ഇതൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ അതിന്റെ കളർ മാറി ഒരു ചുവന്ന കളർ വരും. അതുവരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് കൂടി ചെറുതായി കീറി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കളറൊക്കെ മാറി മൂത്ത് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്തിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നു. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് സവാള 3 എണ്ണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി സവാള പുരട്ടിയെടുക്കാം. സവാള നല്ലപോലെ വേവണം. നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇതിപ്പോ സവാള ഒരുവിധം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കിലോ തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ടൊമാറ്റോ ഇളക്കി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ച് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോ 5 മിനിറ്റായി. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ടൊമാറ്റോ നല്ലപോലെ വെന്ത് അതിന്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് ചെറുതായിട്ട് അടിയിൽ പിടിച്ച് വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ പൊടികൾ ഇട്ടത് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല കുഴമ്പ് രൂപത്തിൽ വരുന്നത് വരെ നമുക്കിത് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. ഇതിപ്പോ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളമല്ല. ഇതിപ്പോ നല്ല ലൂസായി നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഈ ടൊമാറ്റോ കറിക്ക് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം കൂടി ഒഴിച്ചത്. വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഗ്രേവി കൂടി കിട്ടും. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോ 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഇതിപ്പോ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്.
നമ്മുടെ ടൊമാറ്റോ കറിയുടെ വെള്ളമെല്ലാം വറ്റി നല്ല കുഴമ്പായി വന്നിട്ടുണ്ട്. നല്ല ഗ്രേവിയൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ചെറിയ ലൂസ് വേണം കേട്ടോ. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകിക്കോളും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുമൊക്കെ പറ്റിയ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, കറി നല്ലപോലെ കുറുകി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.